നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പുകയുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാൻ തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനുമായി ആണവ നിർവ്യാപനം സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾ ഇപ്പോഴും തീരുമാനമാകാതെ നീളുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുമായി ഈ വരുന്ന ഞായറാഴ്ചയും ചർച്ച നടക്കുന്നുണ്ട്. ഇത്തരം ദിവസം നടന്ന ചർച്ചകളൊന്നും തന്നെ ഒരു തീരുമാനമാകാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇറാൻ്റെ പിടിവാശി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തടസ്സമായി മാറിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഞായറാഴ്ചത്തെ ചർച്ചയും കൂടി ഒരുപക്ഷെ പരാജയപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തന്നെയാണ് പദ്ധതിയിടുന്നത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന് ചുറ്റുമുള്ള മറ്റ് പല രാജ്യങ്ങളിലും ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഈ സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തും എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈയിടെ ഇറാൻ മറ്റൊരു അവകാശവാദം കൂടി ഉന്നയിച്ചിരുന്നു. ഇറാനിലെ ഇൻ്റലിജൻസ് മന്ത്രി പറഞ്ഞത് ഇസ്രായേലിൻ്റെ ആണവ പദ്ധതി സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും തങ്ങളുടെ കൈവശമുണ്ട് എന്നുമാണ്. ഏതായാലും അമേരിക്കൻ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ മുൻകരുതലെടുത്തിരിക്കുകയാണ്. അമേരിക്ക ഇക്കാര്യത്തിൽ മുൻകരുതൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇറാഖിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളോട് കൂടുതൽ ജീവനക്കാർ അവിടെ നിൽക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ എംബസി ജീവനക്കാരുടെ കുടുംബാംഗങ്ങളെയും എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതേക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു അപകടം പിടിച്ച മേഖലയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ആളുകളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ്. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ തീവ്രവാദ സംഘടനകളായ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തിയുന്നവർക്കും എല്ലാം തന്നെ സഹായം നൽകുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാനോട് ഇസ്രായേലിന് തീരാത്ത പക തന്നെയുണ്ട്. നേരത്തെ ഇറാൻ നിന്നുള്ള ചില മിസൈലുകൾ ഇസ്രായേലിലേക്ക് കടന്നു വന്നിരുന്നു. പക്ഷേ അപകടമൊന്നും വരുത്തിയിരുന്നില്ലെങ്കിലും ഇതിന് കനത്ത തിരിച്ചടിയാണ് അന്ന് ഇസ്രായേൽ നൽകിയത്. ഇസ്രായേൽ വിമാനങ്ങൾ ഇറാനിലേക്ക് ചെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പല സങ്കേതങ്ങളും അവർ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ്. കൃത്യമായ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന പർവ്വത മേഖലകളൊക്കെ തന്നെയാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയൊക്കെയാണ് ഇറാന് ആണവ സംവിധാനങ്ങളുള്ളത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും എത്തിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന പലരുമുണ്ട്. ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ആ തീരുമാനത്തിന് മാറ്റം വന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇറാൻ ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഏതായാലും ഇസ്രായേൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഞായറാഴ്ചയ്ക്ക് ശേഷം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഇത് പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് ഇത് കൊണ്ടുവന്ന് എത്തിക്കും എന്ന് തന്നെ ആണ് എല്ലാവരും കണക്ക് കൂട്ടുന്നതും. ഏതായാലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ അഭിമാനം നിലനിർത്തുക, അത് ഹമാസ് ആക്രമണത്തിൽ കുറച്ച് നഷ്ടമായിരുന്നു, അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഇറാനെ തന്നെ ആദ്യം തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ട്രംപും പലതവണ ഇറാനുള്ള തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നാണെങ്കിലും ഇപ്പോൾ ഒരുവിധ ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾക്കായി മുൻകൈയെടുത്തത് ട്രംപ് തന്നെയായിരുന്നു. പക്ഷേ ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ പോലുള്ള ആളുകളുടെ പിടിവാശി തന്നെയായിരിക്കാം ഒരു പക്ഷേ നാളെ പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷമുണ്ടായാൽ അതിന് കാരണമായി മാറുക.